പെരിയ ഇരട്ടക്കൊലക്കേസിൽ നിയമ പോരാട്ടത്തിനായി വീണ്ടും സിപിഎമ്മിന്റെ പണപ്പിരിവ് 2 കോടിയോളം രൂപ സമാഹരിക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. ആളുകളെ കൊല്ലുന്നതും നിയമസഹായത്തിന്റെ പേരിൽ പണം പിരിക്കുന്നതും സിപിഎം കുലത്തൊഴിലായി മാറ്റിയിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി പ്രതികരിച്ചു. ഇത് ഒരു കുലത്തൊഴിലാക്കി മാറ്റിയിരിക്കുകയാണ്. ആളുകളെ കൊല്ലുക, അവർക്ക് നിയമസഹായം കൊടുക്കുക, അവരെ ജയിലിൽ സംരക്ഷിക്കുക, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കുക. പകയുടെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, വെറുപ്പിന്റെ രാഷ്ട്രീയം, അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൈമുതൽ. അത് ഇനിയും അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഈ സംസ്ഥാനത്ത് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു വിവരമില്ല. CBI ഇതിന്റെ കോൺസ്പിറസിയെ കുറിച്ച് അന്വേഷിച്ചാൽ ഇതിനകത്ത് 2 പേര് പ്രതിയാകും. ഒന്ന് P ജയരാജനും പിന്നൊന്ന് VPP മുസ്തഫ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം ഒരു കൊലവിളി പ്രസംഗം നടത്തി. ഈ കുഞ്ഞുങ്ങളുടെ ചാരം വാഴക്കിടാൻ പോലും കൊടുക്കില്ല, ആ രീതിയിൽ കരിച്ചു കളയുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രസംഗം. അപ്പൊ അതിന്റെ CD ഒക്കെ നമ്മൾ CBIക്ക് ഹാജരാക്കിയെങ്കിലും അവര് ഈ വധത്തിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ നടത്തിയ ഗൂഢാലോചനയെ കുറിച്ചല്ലാതെ വധശ്രമത്തിനുള്ള ഗൂഢാലോചനയെ കുറിച്ച് അവര് അന്വേഷിച്ചിട്ടില്ല. അപ്പോ 302 IPC 302 അതുപോലെ തന്നെ 120B അത് 8-2 10 പ്രതികൾ മാത്രമേ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു തുടരന്വേഷണം ആവശ്യമാണ്. അങ്ങനെ വന്നാൽ നമ്മുടെ അരിയിൽ ഷുക്കൂർ വധക്കേസിലെ പോലെ ജയരാജൻ കുടുങ്ങും, VPP മുസ്തഫ കുടുങ്ങും. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണത്തിന് പോകും എന്ന് അവർ സംശയിക്കുന്നു. അങ്ങനെ അന്വേഷണം വന്നാൽ ഉന്നതന്മാർ കുടുങ്ങും. അതുകൊണ്ടാണ് പാർട്ടി ഇപ്പോൾ കോടികൾ, നേരത്തെ 2 കോടി പിരിച്ചു, ഇപ്പോഴും 2 കോടി പിരിച്ചു. കൊലപാതകം ഒരു വ്യവസായമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് ലാഭകരമായ ഒരു വ്യവസായമാണ്. 2 കോടി പിരിക്കുമ്പോൾ ആ പിരിക്കുന്ന പണം യഥാർത്ഥ കൈകളിലേക്ക് പോകും. പെരിയ കേസ് നടത്തിപ്പിനായി CPM പണപ്പിരിവ് നടത്തുന്നുവെന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ്. പെരിയ കേസ് നടത്തിപ്പിനായി CPM പണപ്പിരിവ് നടത്തുന്നുവെന്ന ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് CPM. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട്. ബൈജു, CPM പറയുന്നത്, CPM നേതൃത്വം അതായത് ജില്ലാ സെക്രട്ടറി പറയുന്നത് ജില്ലാ സമ്മേളനങ്ങൾക്ക് വേണ്ടിയാണ് ഈ പണപ്പിരിവ് നടത്തുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവങ്ങൾക്ക്, അതായത് ഈ കേസിന്റെ നടത്തിപ്പിന് വേണ്ടിയാണോ പണപ്പിരിവ്? എന്താണ് വിവരങ്ങൾ? ടോമെ, കഴിഞ്ഞ ദിവസമാണ് CPM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണനും അതുപോലെ തന്നെ ജില്ലയിലെ MLA-മാരായ CH കുഞ്ഞുമ്പും M രാജഗോപാലും ഈ പ്രതികളുടെ എല്ലാ വീടുകൾ സന്ദർശിച്ചത്. അതായത് 24 പ്രതികളുടെയും വെറുതെ വിട്ടവരുടെ ഉൾപ്പെടെയുള്ള അവരുടെ വീടുകൾ സന്ദർശിച്ചവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ 2 കോടി രൂപ സമാഹരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഓരോ അംഗങ്ങളും, അതായത് 28,000 അംഗങ്ങളാണ് കാസർഗോഡ് ജില്ലയിൽ പാർട്ടിക്കുള്ളത്. ഓരോ അംഗങ്ങളും 500 രൂപ വീതം എടുക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ CPM-ന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സംഘങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരും ഒരു ദിവസത്തെ ശമ്പളം നൽകണമെന്ന ഒരു ആവശ്യവും നിർദ്ദേശം കൂടെ മുന്നോട്ട് വെച്ചു. ഇത്തരത്തിൽ 2 കോടിയോളം രൂപ സമാഹരിച്ച് ഈ നിയമ നടപടികൾ, അതായത് നിയമ നടപടികൾക്കായി ചിലവഴിക്കാനാണ് CPM ഉദ്ദേശിച്ചത്. ഇത് സംഭവം വാർത്തയായതോടുകൂടിയാണ് ഇപ്പോൾ CPM ജില്ലാ സെക്രട്ടറി MP ബാലകൃഷ്ണൻ ഇത് നിഷേധിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതായത് ഫെബ്രുവരി 5, 6, 7 തീയതികളിൽ കാഞ്ഞങ്ങാട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പണം പിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബാലകൃഷ്ണൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൂടാതെ ഈ കാര്യത്തിൽ രാഷ്ട്രീയപരമായി തങ്ങൾക്കെതിരെ, അതായത് KV കുഞ്ഞിരാമൻ മുൻ MLA ഉൾപ്പെടെയുള്ളവരെ പ്രതിയാക്കിയത് രാഷ്ട്രീയപരമായാണ്, അവർക്ക് പിന്തുണ എന്തായാലും നൽകുമെന്ന് അദ്ദേഹം ആ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഫണ്ട് ഉണ്ടാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടല്ല എന്ന് പറയുമ്പോഴും 2021 നവംബർ ഡിസംബർ മാസങ്ങളിൽ സമാനമായ രീതിയിൽ CPM പണം പിരിച്ചിരുന്നു. അന്ന് 2 കോടിയോളം രൂപ ഇത്തരത്തിൽ പണം പിരിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ രീതിയിൽ തന്നെ ഇത്തവണയും ഇത്തരത്തിൽ പണം പിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. വ്യക്തമാണ്. KV ബൈജു ആണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്.